സുഹൈൽ മുഹമ്മദ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് കപ്പൽ കമ്പനി ഔദ്യോഗികമായി വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്കായി അത്തരം എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ബേപ്പൂരിൽ അറിയാൻ കഴിയുന്നത് സുഹൈൽ? ഉന്മേഷി ഇന്റർനാഷണൽ മരിടൈം ഓർഗനൈസേഷൻ അവർ ഈ കപ്പൽ കയറ്റിയേക്കുന്ന ഗുഡ്സിനെ സംബന്ധിച്ച് അതിൻ്റെ അപകട സാധ്യത കണക്കിലെടുത്ത് പല ക്ലാസ്സുകളായാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, ക്ലാസ് 4 ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്, ക്ലാസ് 4.2 എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് കമ്പസ്റ്റിലാണ്. അതായത് പെട്ടെന്ന് തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ. ഈ 6.1 ക്ലാസ് അത് പോയിസണസ് ഗ്യാസ് ആണ്, അതായത് വിഷവാതകം വമിപ്പിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയലുകൾ. ഇതിൽ നിലവിൽ നമുക്ക് ഈ കപ്പൽ കമ്പനി കൃത്യമായ സൂചനകൾ തരുന്നില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കപ്പലിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ആയ പോയിസണസ് ഗ്യാസ്, വിഷവാതകം അടക്കം വമിപ്പിക്കുന്ന രീതിയിലുള്ള സബ്സ്റ്റൻസ് ആണ് വസ്തുക്കൾ. അതിൽ നൈട്രേറ്റ് സെല്ലുലോസ് ആണ് ഏറ്റവും അപകടകരമായ വസ്തു. നൈട്രേറ്റ് സെല്ലുലോസ് എന്ന് പറയുന്നത് ശരിക്കും തീ പിടിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വളരെ പ്രഹരശേഷിയോടെ തീ പിടിച്ച് സ്ഫോടനം ഉണ്ടാക്കാൻ ശേഷിയുള്ള വസ്തുവാണ് ഈ പറയുന്ന നൈട്രേറ്റ് സെല്ലുലോസ്. ഇത് വെള്ളം തളിച്ചതെങ്കിൽ ഈ വാട്ടർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് നമ്മൾ തീ അണക്കാൻ ശ്രമിച്ചാലും ഇത് വീണ്ടും വീണ്ടും ആളിക്കത്തുകയേ ചെയ്യുകയുള്ളൂ. മറിച്ച് ഇതിനെ പ്രതലം തണുപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് സംബന്ധിച്ച് നൈട്രേറ്റ് സെല്ലുലോസ് അനുബന്ധമായി ഉണ്ടാകുന്ന സ്ഫോടനങ്ങളെ അത് അനുബന്ധമായി പടരുന്ന തീയെ അണയ്ക്കാൻ സാധിക്കുള്ളൂ. ഈ കണ്ടെയ്നർ ഇപ്പോൾ കപ്പലിലേക്ക് വീണാലും കടലിനടിയിൽ പോലും ആ തീ വ്യാപിപ്പിക്കാൻ കടലിനടിയിൽ പോലും തീ പടരും. കാരണം ഇതിൻ്റെ ഘടനയിൽ തന്നെ ഓക്സൈഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായി റിയാക്ട് ചെയ്തുകൊണ്ട് തീ പടരേണ്ട സാധ്യതയില്ല. മറിച്ച് ഏത് ഘട്ടത്തിലും വ്യാപകമായ രീതിയിൽ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന വസ്തുവാണ്. ഒപ്പം ഹൈഡ്രോബ്രോമിക് ആസിഡും ഫോസ്ഫോറിക് ആസിഡും അടക്കമുള്ള പെട്ടെന്ന് തീ പടരുന്ന എന്നാൽ ഒപ്പം തന്നെ വളരെ ഫ്ലെയിമബിളായ ഹൈഡ്രജൻ ഗ്യാസ്, പെട്ടെന്ന് തീ പടരുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിട്ട് അന്തരീക്ഷത്തിൽ തീ പടർത്താൻ ശേഷിയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് രാസവസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പെയിന്റും വാർണിഷും മീഥൈൽ സൾഫേറ്റും അടക്കമുള്ള വസ്തുക്കളും ഇതിനുള്ളിൽ ഉണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഈ വരുന്ന എല്ലാ കണ്ടെയ്നറുകളിലും ഇത്തരത്തിലുള്ള രാസവസ്തുക്കളാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും നിലവിൽ ഇത്തരത്തിലുള്ള ഈ നൈട്രേറ്റ് സെല്ലുലോസ് പോലെയുള്ള ഫോസ്ഫോറിക് ആസിഡ് പോലെയുള്ള മീഥൈൽ സൾഫേറ്റ് പോലെയുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറുകൾ ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വസ്തുക്കളെല്ലാം പെട്ടെന്ന് തന്നെ തീയോട് റിയാക്ട് ചെയ്ത് തീ പടരാൻ സാധ്യത കൂടുതൽ ഉള്ള ഗണത്തിൽ പെടുന്നതും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഫ്ലെയിമബിളായ ഹൈഡ്രജനെ പുറത്തുവിടുന്നതുമായ ഔദ്യോഗിക സ്ഥിരീകരണം കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്.